നമസ്കാരം. വെൽക്കം ടു കെ എസ് മെൻറ്റർ. അപ്പോൾ KS എക്സാമിന് പഠിച്ചു തുടങ്ങുന്ന നിങ്ങൾക്കായിട്ട് ഓരോരോ സബ്ജക്റ്റ് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന സ്ട്രാറ്റജി സെഷൻസ് KS മെൻറ്റർ ചാനലിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്നതിന് മുമ്പ് അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കാണണം എന്നൂടെ ഞാൻ പറയുന്നു. ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന പൊളിറ്റി എന്നുള്ളൊരു സബ്ജക്റ്റിനെ എങ്ങനെ നിങ്ങൾ KS എക്സാമിന് ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, പ്രിലിംസിലും മെയിൻസിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ്ജക്റ്റാണ്. പ്രിലിംസിൽ 100-ൽ 200 മാർക്കിൻ്റെ പരീക്ഷയിൽ ഫസ്റ്റ് പേപ്പറിൽ 30 മാർക്കോളം വരുന്നത് ഈ ഒരൊറ്റ സബ്ജക്റ്റിൽ നിന്നാണ്. സോ ഇതിൽ നിന്നുള്ള മാർക്ക് മാക്സിമൈസ് ചെയ്യുന്നതോറും നിങ്ങൾ പ്രിലിംസ് കയറാനുള്ള സാധ്യത കൂടും. മെയിൻസിലോട്ട് വന്നാലും സെയിം സിലബസിൽ നടക്കുന്ന എക്സാമിൽ നിങ്ങൾക്കറിയാം എത്രമാത്രം ചോദ്യങ്ങൾ കഴിഞ്ഞ KS എക്സാമിന് വന്നിട്ടുണ്ടെന്നുള്ളത്. സോ അത്രയും ഇമ്പോർട്ടൻസ് ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ KSൻ്റെ സിലബസ് ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മൾ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ റിലേഷൻ, ഇങ്ങനെയായിട്ട് നമുക്ക് തരംതിരിക്കാം. ഈ എൻ്റയർ സിലബസ് നിങ്ങൾ കണ്ടു കാണും. ഇതിൽ ഓരോ വേർഡ് ബൈ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. വേർഡ് ബൈ വേർഡ് ചോദ്യങ്ങൾ വരും. ആൻഡ് ഏതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ ഞാൻ കാണിച്ചു തരാം. മെയിൻസിന് എങ്ങനെ ഡീൽ ചെയ്യണമെന്നും കാണിച്ചു തരാം. അതിന് മുമ്പ് ഈ സിലബസിനെ നമുക്കൊന്ന് പരിചയപ്പെട്ട് എക്സാമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ. സോ സിലബസ് പരിചയപ്പെടുന്നതോടുകൂടി തന്നെ നിങ്ങൾ പൊളിറ്റി എന്നുള്ള സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊന്ന് അറിയണം. സി, പ്രിലിംസ് കം മെയിൻസ് അപ്രോച്ചിനെ കുറിച്ച് മുമ്പും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി KS പോലുള്ള എക്സാമിന് നിങ്ങൾക്ക് പ്രിലിംസ് മാത്രമായി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പൊളിറ്റി എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഇതിൽ നിന്നുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് ആംഗിളിൽ അതിനെ നോക്കിക്കാണാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ നിങ്ങൾ ഫെഡറലിസം എന്നൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സെക്കുലറിസം എന്നുള്ളൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും അതിൻ്റെ പ്രിലിംസ് വശങ്ങളായ എന്താണ് ഇന്ത്യൻ സെക്കുലറിസം എന്നുള്ളതും അത് വെസ്റ്റേൺ സെക്കുലറൈസുള്ള വ്യത്യാസവും, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഭാഗങ്ങളും 14 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളും എല്ലാം എങ്ങനെയാണ് സെക്കുലറിസത്തെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അത് പ്രിലിമിനറി അത്ര മതിയായിരിക്കും. എന്നാൽ മെയിൻസിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മേ ബി ഡയറക്റ്റ്ലി ചോദിക്കാം, ഇന്ത്യൻ സെക്കുലറിസം എങ്ങനെ വെസ്റ്റേൺ സെക്കുലറിസം എന്ന് സെപ്പറേറ്റ് ആയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ പ്രത്യേകതകൾ ഒന്ന് എന്യൂമറേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ സെയിം കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ മെയിൻസിലോട്ട് എത്തുമ്പോൾ ആ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ നിങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രത്യേക ഭാഗത്ത് എഴുതേണ്ടി വരും. സോ ഡിസ്ക്രിപ്റ്റീവ് മാതൃകയിലോട്ട് അത് മാറും. അതുകൊണ്ട് പ്രീസിയം അപ്രോച്ച് മാത്രം പൊളിറ്റിയിൽ എടുക്കുക. സെക്കൻഡ് തിങ്, ഇതൊരു ഒരുപാട് കൺസെപ്ഷ്വൽ ഏരിയകളുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഓരോ ഭാഗവും പഠിക്കുന്ന സമയത്ത് അത് ആ കൺസെപ്ഷ്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് ഉറപ്പിക്കുക. ഇല്ലെങ്കിൽ പ്രിലിംസ് മേ ബി നിങ്ങൾ പാസ്സാവുമായിരിക്കും, മെയിൻസ് പാസ്സാവാൻ പാടാണ്. എന്ത് ടോപ്പിക് എന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്നുള്ള ഭാഗം ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ്. അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം എന്താണ് ആ പവർ, എങ്ങനെയാണ് ഡിവല്യൂഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഇന്ത്യയുടെ ഫിസ്ക്കൽ ഫെഡറലിസം എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈ LPG പോലെയുള്ള കാര്യങ്ങൾ, ലിബറലൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഗവേണൻസിനെ എങ്ങനെയാണ് സ്വാധീനിച്ച്. സോ അങ്ങനെ നല്ല കൺസെപ്ഷ്യലി തന്നെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാ ടോപ്പിക്കുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ദെൻ പൊളിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു ഡൈനാമിക് സബ്ജക്റ്റാണ്. എത്രമാത്രം കറണ്ട് അഫെയർ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ചോദ്യവും കറണ്ട് അഫെയറിൽ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറൻ്റ്ലി നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിവുണ്ടാവണം. അപ്പോൾ ഇലക്ഷൻ ഇയർ ആണ് ഇന്ത്യയിൽ എല്ലാ കൊല്ലവും, അല്ലേ? അപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രൽ ബോർഡിനെ കുറിച്ച് ചർച്ച വരും, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ചർച്ച വരും, മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെ കുറിച്ച് ചർച്ച വരും. ഇതെല്ലാം നിങ്ങളുടെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ചോദ്യങ്ങളായിട്ട് മാറും. അപ്പോൾ കറണ്ട് അഫെയർ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ കറൻ്റ്ലി വരുന്ന കാര്യങ്ങൾ ചോദ്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ കൂടുതൽ സാധ്യതയേറുമെന്ന് മനസ്സിലാക്കുക. ഞാൻ ഇനി ഏറ്റവും ചോദ്യങ്ങൾ വരുന്ന പോർഷൻസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒന്നുകൂടെ ക്ലിയർ ആവും. ദെൻ ആദ്യം എനിക്ക് നിങ്ങളോട് കാണിക്കാനുള്ളത് ആ സിലബസിനൊന്ന് ഡീകോഡ് ചെയ്ത് തരലാണ്. കാരണം അങ്ങനെ കാണുമ്പോൾ ഞാൻ പലരും KS എഴുതാൻ പോകുന്ന ഒരുപാട് കുട്ടികളോട് സംസാരിച്ചപ്പോൾ എല്ലാവരും ആ ഒരു സിംഗിൾ ഒരു ഡോക്യുമെൻ്റായിട്ട്, അല്ലെങ്കിൽ സിംഗിൾ സെറ്റ് ഓഫ് ഒരു സാധനമായിട്ടാണ് പൊളിറ്റിയുടെ സിലബസിനെ കണ്ട്. നിങ്ങൾക്ക് പക്ഷേ ഹെഡിങ് വായിക്കുമ്പോൾ പറയാം ഇതിൽ പൊളിറ്റി ഉണ്ട്, ഗവേണൻസ് ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്, IR ഉണ്ടെന്നുള്ളത്. ഫസ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നത്, ഈ സിലബസിനെ ഈ 4 ഭാഗമായി തിരിക്കുന്നു: കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ്, നമ്മുടെ ജസ്റ്റിസ് ആൻഡ് IR. നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇതിൽ കുറേ ഇൻ്റർലിങ്കിങ് ഉണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നിങ്ങൾ പഠിക്കാനുള്ളത് ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫിലോസഫിക്കലായുള്ള ആസ്പെക്റ്റുകളും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതകളും കോൺസ്റ്റിറ്റ്യൂഷനെതിരെയുള്ള വിമർശനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നല്ല കാര്യങ്ങൾ, അത് ഫോം ചെയ്ത കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലി, ഇതെല്ലാം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പഠിക്കും. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തോട്ട് നിങ്ങൾ കടന്ന് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 4A
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ 3 ഭാഗങ്ങൾ: ഫണ്ടമെൻ്റൽ റൈറ്റ്, DPSP, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി. ഇത് പഠിക്കും. ദെൻ നിങ്ങൾ നേരെ പിന്നെ കിടക്കുക ഗവൺമെൻറ്റിലോട്ടാണ്. ആ ഗവൺമെൻറ്റിനകത്ത് അപ്പോൾ ഇത് ഗവേണൻസിൻ്റെ ഭാഗമായുള്ള പോർഷനാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായുള്ള പോർഷനാണ്. അപ്പോൾ ഗവേണൻസിനകത്ത് നിങ്ങൾ ഗവൺമെൻറ്റിനെ കുറിച്ച് പഠിക്കും. എന്താണ് ലെജിസ്ലേച്ചർ, സെൻട്രൽ ലെജിസ്ലേച്ചർ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, സെൻട്രൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായുള്ള ആൾക്കാർ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായ ആൾക്കാർ, ജുഡീഷ്യറി, ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം. ഇത് മൊത്തം നിങ്ങൾ പഠിക്കുമ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വശങ്ങൾ മൊത്തം നിങ്ങൾ പഠിക്കും. പ്രസിഡന്റ് എങ്ങനെ പുറത്താക്കുന്നത്, സുപ്രീം കോടതിയുടെ പവർ എന്താണ്, ഇതെല്ലാം ഇവിടെ കവറാവും. ദെൻ പിന്നെ നിങ്ങളൊന്ന് പഠിക്കാനുള്ളത് യൂണിയൻ്റെയും സ്റ്റേറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ഫങ്ഷൻസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ എടുക്കുന്നത്, അവിടെ പ്രസിഡന്റ് റോൾ എന്താണ്, സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞാൽ കേൾക്കണോ, ഇതിനെല്ലാം ഒരുപാട് വശങ്ങളുണ്ട്. ഷെഡ്യൂൾ 7 പോലെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതെല്ലാം നിങ്ങളവിടെ അറിഞ്ഞിരിക്കണം. ദെൻ അടുത്ത് നിങ്ങൾ അറിയേണ്ടത് ഫെഡറൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എസ്പെഷ്യലി KS പോലൊരു പരീക്ഷയ്ക്ക്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു താഴത്തെ ഈവൻ ഒരു ലോക്കൽ തലം വരെ എത്തുന്ന വരെയുള്ള പവർ ഡിവല്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്, സെൻട്രൽ സ്റ്റേറ്റും തമ്മിലുള്ള ഫെഡറൽ സ്ട്രക്ചർ എങ്ങനെയാണ്, എന്താണ് കോസി ഫെഡറലിസം എന്ന് പറയുന്നത്, ഇന്ന് അതിലുള്ള ഇഷ്യൂസ് എന്താണ്, ഇനി അത് എങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇതുമായിട്ട് ഇതൊക്കെ ഹൈലി കറണ്ട് അഫെയർ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കുക എളുപ്പം. നിങ്ങളിപ്പോൾ അടുത്ത് കണ്ടു കാണും, തമിഴ്നാട് ഗവൺമെൻറ്, തമിഴ്നാട് ഗവർണറായ RN രവിക്കെതിരെ എവിടെ സുപ്രീം കോടതി പോകുന്നു, ഉള്ള ബിൽസ് മൊത്തം പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്, പ്രസിഡന്റിനെ അയച്ചിരിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട്. സോ ഇത്രയും കറൻ്റ്ലി റെലവൻറ്റ് ടോപ്പിക്കുകളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് കിടക്കുന്നതെന്നറിയാം. ഒരു സ്റ്റാറ്റിക് ഡോക്യുമെൻ്റ് അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നിങ്ങൾക്കറിയാം. ദെൻ ഇതേപോലെ തന്നെ അതോടുകൂടി ഞാൻ ഗവേണൻസിലെ ചില ടോപ്പിക് കൂടെ പറയാം, എന്നിട്ട് വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് വരാം. ഒന്ന് ഇവിടെ പറഞ്ഞ ഇതേ സംഭവം, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. അതിനെ ഗവേണൻസ് ആസ്പെക്റ്റിൽ കൂടെ നിങ്ങൾ നോക്കിക്കാണണം. രണ്ടുപേരെയും സ്കീമുകൾ, അത് എങ്ങനെയാണ് നടപ്പാക്കുന്നത്, സ്റ്റേറ്റിൻ്റെ റോൾ എന്താണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ വരും. ആൻഡ് ഇതെല്ലാം ചാപ്റ്റർ മാത്രമല്ല, ഇൻ്റർ സബ്ജക്റ്റ് കൂടെയാണ്. കാരണം ഇതിലെ ചില കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എക്കണോമിയിലെ പല ആസ്പെക്റ്റുകളുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നതാണ്. ഓക്കെ. ദെൻ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് റിലേറ്റിംഗ് ടു ഫെഡറൽ സ്ട്രക്ചർ ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസ് എല്ലാം എവിടെ വരുന്നത്, ഇൻക്ലൂഡിങ് ലോക്കൽ തലം വരെയുള്ളതും ഇവിടെയാണ് വരുന്നതെന്ന് അറിയാം. അത് ഒരു ഗവേണൻസ് പെർസ്പെക്റ്റീവിൽ കൂടെ നിങ്ങൾ നോക്കി കാണണം. ദെൻ പബ്ലിക് പോളിസി ആൻഡ് ഗവേണൻസ്, എന്തും ഇതിൻ്റെ അടിയിൽ ചോദിക്കാം. മനസ്സിലാക്കുക, ഈ ഒരു വാക്ക് സിലബസിൻ്റെ അകത്തുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പബ്ലിക് പോളിസി മേക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഈവൻ നീതി ആയോഗ് പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുതൽ ആ ഗവേണൻസിന് വേണ്ടി അവരെടുക്കുന്ന എന്ത് സ്റ്റെപ്പുകളും ഇവിടെ ചോദ്യമായിട്ട് വരാം. ആൻഡ് നെക്സ്റ്റ് തിങ്, ഇമ്പാക്റ്റ് ഓഫ് LPG ഓൺ ഗവേണൻസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് നമ്മുടെ ഗവേണൻസിനെ സ്വാധീനിച്ച്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ പഠിക്കും. ഓക്കെ. ദെൻ വേറെ ഒന്ന് അറിയാനുള്ളത്, ആൻഡ് ഇതുപോലെ തന്നെ ഇവിടെ ഇമ്പാക്റ്റ് ഓഫ് LPG ഓൺ ഗവേണൻസ് എന്ന് പറയുന്ന സമയത്ത് ഈ ഗവേണൻസിൻ്റെ ഇതേ സ്ഥലത്ത് തന്നെ ആണ് ഈ ഗവേണൻസ് അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസ് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ചോദ്യം വരിക. അത് വീണ്ടും സയൻസ് ആൻഡ് ടെക്കിയുടെ ചില സാധനങ്ങൾ സിലബസായിട്ട് ഒരുമിച്ച് വന്നു. സോ ഒരുപാട് ഇൻ്റർ സബ്ജക്ടറി സാധനങ്ങൾ നിങ്ങൾക്ക് ഈ സിലബസിൻ്റെ അകത്ത് കാണാം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി, എല്ലാ പരീക്ഷയ്ക്കും ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ചോദിക്കുന്ന ഒപ്പം തന്നെ നിങ്ങൾ ഗവേണൻസിൻ്റെ ഭാഗത്ത് ബാക്കി അതോറിറ്റികളെ കുറിച്ചുകൂടെ അറിയണം. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളെല്ലാം ഇവിടെ ഗവേണൻസിൻ്റെ ഭാഗമായിട്ട് സിലബസിൽ വരും എന്നുള്ള അറിയാം. സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് എല്ലാം വരും. കഴിഞ്ഞ കേസിനും ചോദിച്ചിട്ടുണ്ട്. ദെൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 73rd 74th അമെൻമെൻറ്റ്, അതിന് മുമ്പ് അതിൻ്റെ ഇവല്യൂഷൻ, ദെൻ അതിനുശേഷം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പ്രൊവിഷൻസ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ ജുഡീഷ്യറി ഓൾറെഡി ഞാൻ ഗവൺമെൻറ് ഭാഗമായിട്ട് പറഞ്ഞു. എമർജൻസി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഭയങ്കര സിമ്പിൾ 2 ചാപ്റ്റേഴ്സ്, പക്ഷേ സിലബസിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭാഗത്തെ ഡീകോഡ് ചെയ്തെടുക്കാം. ഗവേണൻസിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ജുഡീഷ്യൽ റിവ്യൂ, PIL. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായുള്ള ആസ്പെക്റ്റിലോടുണ്ടോ, കാരണം ഈ ജുഡീഷ്യൽ റിവ്യൂവിൽ നിങ്ങൾ ആർട്ടിക്കിൾ 13 ബേസിക് സ്ട്രക്ചറും എല്ലാം ഇവിടെയായിട്ട് ബന്ധപ്പെടും. പക്ഷേ സ്റ്റിൽ ജുഡീഷ്യൽ റിവ്യൂവും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കേസ് ലോസും അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് വരുന്ന കുറേ കൺസെപ്ഷ്യൽ കാര്യങ്ങൾ, ഇതെല്ലാം മെയിൻസിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. ലൈക്ക് ജുഡീഷ്യൽ ആക്ടിവിസം എന്താണ്, അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫർദർ ഡീകോഡിങ് നിങ്ങൾ സ്വാഭാവികമായിട്ടും ചെയ്യണം. അല്ലെങ്കിൽ KS മെൻറ്റർ പോലെയുള്ള സ്ഥാപനം ക്ലാസ് റൂമിൽ ചെയ്യുന്നതും ഇത് ഡീകോഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠിപ്പിക്കലാണ്. ഓക്കെ. ദെൻ ലാൻഡ് റവന്യൂ ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനും ഗവേണൻസിൻ്റെ അകത്തുള്ളത്. പിന്നെ സിലബസിൻ്റെ അകത്തുള്ള 2 കാര്യം IRഉം ഗവേണൻസുമാണ്. IR പൊതുവേ PSC ക്രൗഡിന് പുതിയതാണ്, പക്ഷെ നിങ്ങൾ ഇതിലെ പല കറണ്ട് അഫെയർ മുമ്പ് വായിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ.
IR 3 ഭാഗമായി തിരിക്കാം. ഒന്ന് ഇന്ത്യയുടെ ഫോറിൻ പോളിസി. എന്തുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ ഒരു ഫോറിൻ പോളിസി മുന്നോട്ട് കൊണ്ടുപോകുന്നു? അവിടെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഡയറക്റ്റ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റിനോട് നിർദ്ദേശിച്ച ഇന്റർനാഷണൽ പോളിസിയുടെ അടിസ്ഥാനം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ അത് ഞാൻ ഏറ്റവും ബേസ് പറഞ്ഞ അവിടെ മുതൽ നിങ്ങളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം അമേരിക്കയോടുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് വരെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരും. സോ ഈ ഫോറിൻ പോളിസി തീരുമാനിക്കുന്ന ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്. അവിടെ നിങ്ങൾ പഞ്ചശീല പഠിക്കും, ഗുജറാൾ ഡോക്ട്രൈൻ പഠിക്കും, എക്സെട്ര എല്ലാം നിങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കണം. ദെൻ വേറെ ഒന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, മൾട്ടി ഓർഗനൈസേഷൻസ് മുതൽ ബൈലാട്രൽ ഓർഗനൈസേഷൻ വരെയുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിക്കും. ഇന്റർനാഷണൽ ട്രീറ്റീസ്, ഫോറംസ്, അതെല്ലാം നമ്മുടെ സാർക്ക് പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കും. ഇതിന് പുറമെ ഇന്ത്യയുടെ നെയ്ബർഹുഡ് രാജ്യങ്ങളായിട്ടുള്ള ബന്ധം, ഇന്ത്യയുടെ ബാക്കി ഫോറിൻ രാജ്യങ്ങളായിട്ട് ഇപ്പോൾ US പോലെയുള്ള രാജ്യങ്ങളായിട്ടുള്ള ബന്ധവും നിങ്ങളിവിടെ പഠിക്കേണ്ടി വരും. ഇത്രയും വാസ്റ്റാണ് സിലബസ്. പക്ഷേ ഇതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. ഇതിനെ പ്രിലിംസിലോട്ടും മെയിൻസിലോട്ടും വരുമ്പോൾ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് പ്രിലിംസിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇതിൽ ചില മാപ്പിംഗ് പോലെയുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കേണ്ടി വരിക. പക്ഷേ അത് അറിയണം, വ്യക്തമായ ധാരണ വേണം. അതിന് എന്ത് ചെയ്യണമെന്ന് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ കാണിച്ചു തരാം. മെയിൻസിൽ വരുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബന്ധത്തിൽ ഒരു ഇവല്യൂഷനോ നിങ്ങളടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മാറ്റം നിങ്ങളടുത്ത് ചോദിക്കാം. അത് മെയിൻസ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കിനും പ്രിലിംസ് പെർസ്പെക്റ്റീവ് ഉണ്ട്, മെയിൻസ് പെർസ്പെക്റ്റീവ് ഉണ്ട്. സോഷ്യൽ ജസ്റ്റിസിൻ്റെ അകത്ത് മുമ്പ് ഗവർണൻസിൽ പറഞ്ഞ ചില ടോപ്പിക്കുകളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആക്റ്റെല്ലാം ഇവിടെയും വരും. കാരണം പോഷ് ആക്ട് ഒക്കെ ചോദിക്കാം, പോക്സോ ആക്ട് ചോദിക്കാം, എല്ലാം വരും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട് റൈറ്റ്സ് ഇഷ്യൂസ് എന്നുള്ള ടോപ്പിക്കാണ്. ഹ്യൂമൻ റൈറ്റ്, വുമൺ റൈറ്റ്, ചൈൽഡ് റൈറ്റ്, SC/ST റൈറ്റ്, മൈനോറിറ്റി റൈറ്റ്, അങ്ങനെ വൾണറബിൾ സെക്ഷൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ റൈറ്റ്സും അതിനുവേണ്ടി ഗവൺമെൻറ് ഫോം ചെയ്യുന്ന പബ്ലിക് പോളിസികൾ, ഇന്ത്യയിലുള്ള വിവിധ നിയമങ്ങൾ ഒക്കെ നിങ്ങൾ ഇതിൻ്റെ അടി പഠിക്കണം. ഇതാണ് പൊളിറ്റി സിലബസ്. പൊളിറ്റിയുടെ KSനുള്ള സിലബസിനെ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി പ്രിലിംസിനെയും മെയിൻസിനെയും വരുമ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? പ്രിലിംസ് എന്നുള്ളത് ഒരു എലിമിനേഷൻ സ്റ്റേജ് ആണെന്ന് നിങ്ങൾക്കറിയാം. അവിടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആവണം നിങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഒരു 200 മാർക്കിൻ്റെ ഒരു എക്സാമിൽ 38 to 40 മാർക്ക് നിങ്ങൾക്ക് പൊളിറ്റിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെയും നിങ്ങൾ സ്കോർ മാക്സിമൈസ് ചെയ്ത് ഒരു 80 to 90% മാർക്ക് മേടിക്കാം. അത് നിങ്ങളുടെ പ്രിലിംസ് പാസ്സാവലിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും ഈ പൊളിറ്റി എന്നുള്ള സബ്ജക്റ്റ്. എസ്പെഷ്യലി ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം പോലെ കൂടെയല്ല, KS എക്സാമിന് അത്രയും വെയിറ്റേജ് ആയി ഈ ഒരു സബ്ജക്റ്റിന്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലുണ്ടായിട്ട് പഠിക്കുക. അപ്പോൾ MCQ ഫോക്കസ് ചെയ്യണം. MCQ ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് ഏത് തലത്തിലുള്ള MCQ വരെ നിങ്ങൾ പഠിക്കണം എന്നറിയുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. എസ്പെഷ്യലി കഴിഞ്ഞ PSCയുടെ പ്രീവിയസ് ഇയർ ഡിഗ്രി ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 11ഓളം പ്രിലിമിനറി എക്സാമ്പിൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2ഓളം KSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഒരു 15നോടടുത്ത് നിങ്ങൾക്ക് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു നിയർ 3000 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിഗ്രി തല PSC ചോദിച്ച KSന് ശേഷം നടത്തിയ ചോദ്യങ്ങൾ തന്നെ ഉണ്ട്. അതാദ്യം സോൾവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ, അതേപോലെ ഈ സബ്ജക്റ്റുകളിൽ PSC ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടും. അതിനുശേഷം UPSCയുടെ ചോദ്യങ്ങളിലോട്ട് നിങ്ങൾക്ക് കടക്കാം. സമയമുണ്ടെങ്കിൽ. എല്ലാവർക്കും സമയം ഉണ്ടാവില്ല, പക്ഷേ ഇത് ചെയ്തിട്ട് മാത്രം അടുത്ത സ്റ്റേജ് കിടക്കുക. എന്നിട്ടും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്, നിങ്ങളൊരു ക്രാഷ് ആഗ്രഹിക്കുന്ന ആളാണ്, നിങ്ങളൊരു റിവിഷൻ മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ അടുത്തയിലോട്ട് കടക്കാം. ബാക്കി സംസ്ഥാനങ്ങളിൽ നടത്തിയ ഡിഗ്രി തല പരീക്ഷകളുടെയും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഏറ്റവും നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് മാത്രം ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യുക. 60 മുതൽ ഒരു 80-90 ദിവസം കയ്യിലുള്ള സമയത്ത് നിങ്ങൾ മോശം ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ KS മെൻറ്ററിൻ്റെ എല്ലാം KS ടെസ്റ്റ് സീരീസ് ഉടനെ വരുന്നതായിരിക്കും. കോഴ്സിൻ്റെ ഭാഗമല്ലാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് അത് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്തരം ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതും ഒരു എക്സാം എൻവയൺമെൻറ്റിൽ പ്രിലിമിനറിയെ ഡീൽ ചെയ്യുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മറികടക്കാൻ പറ്റൂ. ഇനി ഞാൻ ആദ്യം പ്രോമിസ് ചെയ്തൊരു കാര്യം, കഴിഞ്ഞ ഡിഗ്രി തല അതുപോലെ തന്നെ PSCയുടെ വിവിധ പരീക്ഷകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ പൊളിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ പൊളിറ്റി എന്ന സബ്ജക്റ്റിൽ നിന്ന് ഓൾമോസ്റ്റ് 70% ചോദ്യങ്ങളും ഒരു കുറച്ച് നമ്പർ ഓഫ് ടോപ്പിക്കുകളിൽ നിന്ന് മാത്രം ചോദിച്ചതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ആ ടോപ്പിക്കുകൾ ഏതാണെന്ന് ഞാനൊന്ന് വേഗം പറയാം. നിങ്ങളിത് നോട്ട് ചെയ്ത് വെക്കണം. ഇതിന് പ്രയോറിറ്റി ചെയ്യണം. നിങ്ങൾ എക്സാം കഴിഞ്ഞ ശേഷം എന്നോട് നന്ദി പറഞ്ഞോളൂ. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫ്രം ദ ഹിസ്റ്ററി, അത് അസംബ്ലി ഫോം ചെയ്യുന്നതും അസംബ്ലി ചെയ്ത പണികൾ വരെയുള്ള കാര്യങ്ങൾ. പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇലക്ഷൻ കമ്മീഷൻ, ഇലക്ഷൻ റീഫോം എല്ലാം. എമർജൻസി,
3 ടൈപ്പ് ഓഫ് എമർജൻസികളും നോക്കണം. എസ്പെഷ്യലി നാഷണൽ എമർജൻസിയും ആർട്ടിക്കിൾ 352, 358, 359 മസ്റ്റ് സ്റ്റഡിയാണ്. മറക്കാതെ പഠിക്കാതെ പോകരുത്. ഷെഡ്യൂൾ 7 ഇന്ത്യയിലെ ലെജിസ്ലേറ്റീവ് റിലേഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിലേതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, ഇതിലേതാണ് കൺകറന്റ് ലിസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ. ദെൻ അടുത്തൊന്ന് പാർലമെന്റ് ആണ്. എൻ്റയർ ലെജിസ്ലേച്ചർ പഠിക്കണം, ഫോക്കസ് കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നാണ് ഇനിയും ചോദ്യം ചോദിക്കുക എന്നുള്ള അവകാശവാദത്തിൻ്റെ അപ്പുറം ഇതാണ് ഇന്ത്യയിൽ പരീക്ഷ നടത്തുന്ന എക്സാം ബോഡികളുടെ പ്രയോറിറ്റി ഏരിയ എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു ഐഡിയൽ ഇതിനെ കാണുക. ആൻഡ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് എപ്പോൾ പഠിക്കുന്ന സമയത്തും ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് അധികം കൊടുക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രൊസീജിയർ, ആർട്ടിക്കിൾ 368 ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റികൾ എവിടെയെങ്കിലും ചാർട്ട് എഴുതി ഒട്ടിച്ച് വെച്ച് പഠിച്ചോ, ചോദ്യം ഉറപ്പ്. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ചോദ്യം വളരെ കൂടുതലാണ്. സുപ്രീം കോർട്ട്, കോടതികളിൽ സുപ്രീം കോടതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എക്സിക്യൂട്ടീവിൽ പ്രസിഡന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇൻക്ലൂഡിങ് ആർട്ടിക്കിൾ 61 പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ മറക്കരുത്. ഓക്കെ, ഇനി KS-ന്റെ സിലബസ് കൂടെ പരിഗണിച്ച് ബാക്കി ചില അനലിറ്റിക്സ് കൂടെ നടത്തിയ ശേഷം വേറെ ചില ഏരിയാസ് കൂടെ ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഇത് നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് ബാക്കി ഏരിയ മാറ്റി നിർത്തി കഴിഞ്ഞാൽ. അത് ഇതൊക്കെയാണ്. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫിലോസഫിക്കൽ ആയുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കില്ല. എൻ്റയർ പൊളിറ്റി നിങ്ങളൊരു ക്ലാസ് റൂമിൽ പഠിച്ചു കഴിയുമ്പോഴോ ഒരു നല്ല ബുക്ക് പഠിച്ചു കഴിയുമ്പോഴോ നിങ്ങൾ അറിയുന്നതായിരിക്കും. അത് ചോദ്യമായിട്ട് വരും. സോഷ്യലിസം എന്താണ്, ഇന്ത്യയിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്താണ് ലിബേർട്ടി, എന്താണ് ഫ്രീഡം, എക്സെട്ര കാര്യങ്ങൾ. ഇതെല്ലാം ഒരു ക്ലാസ് റൂമിലായിരിക്കില്ല, പല ക്ലാസ് റൂം, പല ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് മസ്റ്റ് സ്റ്റഡിയാണ്. ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്, എസ്പെഷ്യലി അടുത്ത കാലത്ത് പല പരീക്ഷകളിലും, ഇൻക്ലൂഡിങ് UPSC. ദെൻ വേറെ ഒന്ന് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ആണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഫെഡറലിസം പാർട്ടൊന്ന് നോക്കി വെച്ചോ, ചോദ്യം കൂടുതലാകും. അതിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ചോദ്യം വരുന്നുണ്ട് എന്നുള്ളത്. ദെൻ പഞ്ചായത്ത് രാജ് ചോദ്യം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് ഇൻ്റർനാഷണൽ റിലേഷനിൽ വലിയ സമയമില്ലെങ്കിൽ പ്രിലിംസിൻ്റെ സമയത്ത് തൽക്കാലം നിങ്ങൾ ഇൻ്റർനാഷണലി ഉള്ള അസോസിയേഷൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും പ്ലസ് IR മാപ്പിങ്ങും മാത്രം പഠിച്ചു വെച്ചിട്ട് പോവുക. ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രിലിമിനറിയിൽ ഇവിടുന്ന് ചോദ്യം ചോദിക്കാനുള്ള ചാൻസാണ് കൂടുതൽ. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പം അടുത്ത കാലത്ത് എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഉച്ചകോടി നടന്ന സ്ഥലം അതെവിടെയാണ്, അല്ലെങ്കിൽ അത് മാപ്പിൽ എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അത് ജോഗ്രഫി ആണെന്ന് വിചാരിക്കരുത്, അത് ജോഗ്രഫിയും IR കൂടെയാണ്. അപ്പോൾ ദെൻ റൈറ്റ്സ് ഇഷ്യൂസ് ഞാൻ പറഞ്ഞു സിലബസിലുണ്ട്. പക്ഷേ PSC ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കലില്ല. പക്ഷേ KS-ന്റെ സിലബസിൽ റൈറ്റ്സ് ഇഷ്യൂവിന് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എസ്പെഷ്യലി റൈറ്റ്സ് ഇഷ്യൂവും ഗവേണൻസിലെ പബ്ലിക് പോളിസിയും ചേർത്ത് ചോദ്യം ചോദിക്കും, മറക്കരുത്. അടുത്ത് ഗവേണൻസിൻ്റെ അകത്ത് ഗുഡ് ഗവേണൻസ് ആൻഡ് ഗവേണൻസ് ഇനീഷ്യേറ്റീവ് ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. സയൻസ് ആൻഡ് ടെക്കിൽ ഗവേണൻസ് പഠിക്കാനുണ്ട്, ഒരുമിച്ച് പഠിക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഗവേണൻസ് പഠിക്കാനുണ്ട്, ഒരു മോഡ്യൂളായിട്ട് ഒരുമിച്ച് പഠിക്കുക. ദെൻ അടുത്തത് മെയിൻസ് എക്സാമിൻ്റെ കാര്യമാണ്. മെയിൻസ് എക്സാം നിങ്ങൾക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. നിങ്ങൾ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കീവേഡുകൾ അനലൈസ് ചെയ്തുകൊണ്ട് ആ കീവേഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ ഒരു ആൻസർ ഫ്രെയിം ചെയ്ത് പ്രോപ്പർ സ്ട്രക്ചറിൽ എഴുതി പോകേണ്ടതാണ്. 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ സ്പേസിൽ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ പ്രാക്ടീസ് എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള വഴി. റെഗുലർലി പ്രാക്ടീസ് ചെയ്യണം. പ്രിലിംസ് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കല്ലേ, സമയമില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പറയുന്നത് കണ്ടു, ഇപ്പോൾ പ്രിലിംസ് സെറ്റ് ചെയ്ത് തരാം, അത് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് മെയിൻസ് സെറ്റ് ചെയ്ത് തരാമെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. പ്രിലിംസിൻ്റെ ഒപ്പം തന്നെ മെയിൻസ് പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്ററും പഠിക്കും മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിലെ മെയിൻസ് ആസ്പെക്റ്റായ കൺസെപ്ച്വൽ ക്ലാരിറ്റിയിലോട്ടും ആ ഡെപ്തിലോട്ടും നിങ്ങളുടെ പഠനത്തെ കൊണ്ടുപോകണം. മുമ്പ് ഫാക്ച്വൽ അറിഞ്ഞ് ഇരിക്കുന്ന പോലെയുള്ള കാര്യം അവിടെ പറ്റില്ല, മെയിൻസ് ആൻസർ റൈറ്റിങ്ങിന് പറ്റില്ല. കഴിഞ്ഞ KS-ൻ്റെയും ഈ പോർഷൻസിൽ നിന്നുള്ള UPSC-യുടെയും ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. UPSC-യുടെ GS-2-ൻ്റെ സിലബസ് എല്ലാം നിങ്ങളുടെ ഈ പൊളിറ്റിയുടെ സിലബസിന് ഓൾമോസ്റ്റ് സാമ്യത ഉള്ളതാണ്. നിങ്ങൾക്ക് അത് തന്നെ നോക്കാം. ഓക്കെ, അതാണ് ഇതിനുള്ള ഒരേ ഒരു വഴി. അത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ചോദ്യം കാണിച്ചുകൊണ്ട്, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ചോദ്യം കാണിച്ചുകൊണ്ട് നിങ്ങളെ കാണിക്കാം എങ്ങനെ പ്രിലിമിനറിയുടെ ഒപ്പം തന്നെ മെയിൻസും പഠിച്ചു പോകാം എന്നുള്ളത്. കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ച ഫെഡറലിസത്തിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു ഇത്. എന്താ ചോദ്യം?
ഫെഡറലിസം എന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫെഡറലിസം എന്താണെന്ന് പഠിക്കും, ഫെഡറേഷൻ എന്താണെന്ന് പഠിക്കും, ഇന്ത്യയിൽ അതെങ്ങനെയെന്ന് പഠിക്കും, ക്വാസി ഫെഡറൽ സിസ്റ്റം എന്താണെന്ന് പഠിക്കും. അവിടെ നിങ്ങൾ ആർട്ടിക്കിൾ 1 ഇന്ത്യൻ യൂണിയൻ എന്നുള്ളത് ഒരു നോൺ ഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ആണെന്നും ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ആണ് അതിൻ്റെ അകത്തുള്ളത് എന്നെല്ലാം നിങ്ങൾ പഠിക്കും അല്ലേ. അതാണ് ഈ പല സ്റ്റേറ്റ്മെൻറ്റുകളെ ചോദിച്ച് ഇവൻ ടേം ഫെഡറേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ഭയങ്കര സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റും ചോദിച്ചു. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു മെയിൻ ചോദ്യം എന്താ, ഇന്ത്യയിലെ ക്വാസി ഫെഡറലിസത്തെ കുറിച്ച് എഴുതാൻ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ. കഴിഞ്ഞ മെയിൻസിന് വെച്ചാൽ വേറൊരു ചോദ്യം ഞാൻ കാണിച്ചു തരാം. ഇത് ഫെഡറലിസത്തെ കുറിച്ചായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലെ ക്വാസി ജുഡീഷ്യൽ ഫംഗ്ഷനെ കുറിച്ചായിരുന്നു. ഫെഡറലിസം പോലെ തന്നെ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഫിലോസഫിക്കൽ ഐഡിയ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് പഠിക്കും. ഇന്ത്യൻ ജുഡീഷ്യറി ജുഡീഷ്യറിക്കകത്ത് കുറേ ക്വാസി ജുഡീഷ്യൽ ബോഡികൾ ഉണ്ടെന്ന് പഠിക്കും. ആൻഡ് ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ അറിയും. അപ്പോൾ ഇവിടെ ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻസിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ നമ്മൾ ക്വാസി ഫെഡറൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ജുഡീഷ്യറി പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾറെഡി പ്രിലിമിനറി പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് അറിയാം. അതൊന്ന് എഴുതി പഠിക്കുന്ന പോലെ ചെയ്താൽ എന്തായി, മെയിൻസിനുള്ളതും ആയി. അപ്പോൾ പ്രിലിംസിൻ്റെ കൂടെ തന്നെ മെയിൻസ് ഈസി ആയി പഠിക്കാം. അതിനൊന്ന് മെയിൻസ് രൂപത്തിൽ എഴുതി നോക്കിയാൽ മാത്രം മതി. അതിന് നല്ല ചോദ്യങ്ങൾ വേണം. അതിൻ്റെ സോഴ്സും ഞാൻ പറഞ്ഞു തന്നു, അത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചാലാണ് നിങ്ങൾക്ക് കേസിനെ പഠിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് കേസ് പെൻഡർ റിസൾട്ടുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ കേസിൽ ഇങ്ങനെ റിസൾട്ടുള്ള ഒരു സ്ഥാപനവും കേരളത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കേസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥാപനം ഇതാണ്. ഇനിയും സമയം വൈകിയിട്ടില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റുകളെയും നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇനി നിങ്ങൾക്ക് സമയക്കുറവുണ്ട്, പെട്ടെന്നൊരു ക്രാഷ് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും അവൈലബിൾ ആണ്. സൂപ്പർ 60 കേസ് പെൻഡറിൻ്റെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഇല്ലെങ്കിൽ അതുകൂടെ ഒന്ന് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. സോ ഓൾ ദ ബെസ്റ്റ്. ഈ രീതിയിൽ പൊളിറ്റി അപ്രോച്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായും പൊളിറ്റി എന്നുള്ള സ്കോർ നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്.